ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡെലീഷ്യസ് ആൻഡ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ക്രീമി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു നല്ല ക്രീമി ആൻഡ് റിച്ച് ആയിട്ടുള്ളൊരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡോന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ കപ്പിന് കണക്കായ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിലെ വെറ്റായിട്ടുള്ള ഐറ്റംസും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനായി 2 മുട്ട എടുത്തിട്ടുണ്ട്. തണുപ്പില്ലാത്ത മുട്ടയാണ്. 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. വനില എസൻസ് ഒരു നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം എസൻസ് ചേർത്തിട്ടില്ലെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടെങ്കിൽ എല്ലാവരും വനില എസൻസ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി സോഫ്റ്റ് ഡോ ആകുന്നത് വരെ കുഴച്ചെടുക്കാം. 3 കപ്പ് മൈദക്ക് 3/4 കപ്പ് പാൽ എന്നുള്ളത് കറക്റ്റ് അളവാണ്. ചിലപ്പോൾ ചില മൈദേൻ്റെയോ അല്ലെങ്കിൽ കപ്പിൽ അളന്നതിൻ്റെയോ വ്യത്യാസത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അന്നേരം കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പൊന്തി കിട്ടും. അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് വെച്ചാൽ നല്ല ഡബിൾ സൈസ് ആയിട്ട് തന്നെ നമുക്ക് പൊങ്ങി വരുന്നതാണ്. ഏകദേശം 2 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ മാവെല്ലാം പൊന്തി നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം ഒന്ന് മാറ്റി ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുത്തിട്ട് 9 ഈക്വൽ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ചെറിയ ഡോണറ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഓരോ ബോൾസും എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രാക്സ് ഒന്നും ഇല്ലാണ്ട്, മേലും താഴും ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ സീൽ ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വളർന്നു പോയി വരും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് കിട്ടുക എന്നുള്ളത് നമ്മൾ ഈ ഡോണറ്റ് ഉണ്ടാക്കുന്നതിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഓരോന്നും ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്നും കൂടി പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഡോണട്ടെല്ലാം പൊങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് പാൽപ്പൊടി, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു 2-3 ഡ്രോപ്പ് വനില എസൻസും 2-3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കൂടുതൽ ചേർത്താൽ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് വരും. അതുപോലെ തന്നെ പാല് 3 ടേബിൾ സ്പൂണിൽ ചേർത്താൽ നമ്മുടെ ക്രീം ലൂസായി പോകും. നിങ്ങൾക്ക് ഇതിന് പകരം ഈ മിൽക്ക് ക്രീം ചേർക്കുന്നില്ലെങ്കിൽ കസ്റ്റേർഡ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ന്യൂട്ടല്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫില്ലിങ് ഏത് ഫില്ലിങ് ആണെങ്കിലും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡോണറ്റ്സ് എല്ലാം ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കവർ ചെയ്തിട്ട് തന്നെ വെക്കണം. കവർ ചെയ്യാണ്ട് വെച്ചാൽ മുകൾ ഭാഗം വേഗം ഡ്രൈ ആയിട്ട് ഇത് പൊട്ടിപ്പോവും. ഇനി നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ നന്നായി ചൂടായിട്ടല്ല നമ്മൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എണ്ണ നന്നായി ചൂടായാൽ പുറം ഭാഗം വേഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാണ്ടിരിക്കും. ഇവിടെ വീഡിയോ കാണുന്ന പോലെ തന്നെ എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി തന്നെ നമുക്ക് ഡോണറ്റ്സ് ഇട്ടിട്ട് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും നമുക്കതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഉള്ളിലും നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും. കുറച്ച് ടൈം എടുക്കുന്നതിലും നമുക്ക് ഉള്ളിലും നന്നായി കുക്കായിട്ട് തന്നെ കിട്ടും. കുറച്ചും കൂടി വലിയ പാത്രത്തിലാണെങ്കിൽ 2-3 ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നത്.
എന്നിട്ട് നമുക്കൊരു കോട്ടിങ് കൊടുക്കാം. കോട്ടിങ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കൊടുത്താൽ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും, കാണാനും ഒരു ഭംഗിയായിരിക്കും. ഇതിനായി കുറച്ച് പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഡോണട്ടും അതിലിട്ടിട്ട് നല്ലതായി കവർ ചെയ്തെടുക്കാം. ഇത് ചെയ്താൽ കുറച്ചും കൂടി കഴിക്കാൻ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഡോണറ്റിന് നമ്മൾ കുറച്ചാണ് മധുരം ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങും ഈ ഒരു കോട്ടിങ്ങുമാണ് കുറച്ചും കൂടി നമുക്ക് ഡോണറ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിക്കുന്നത്. അതുകൊണ്ട് ഇത് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫില്ലിങ് കൊടുക്കാൻ ആവശ്യമായിട്ട് നമുക്ക് ഓരോ ഡോണട്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത ഡോണറ്റിലേക്ക് നമുക്ക് മിൽക്ക് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും. അതുകൊണ്ടാണ് കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിലും കൂടി അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫില്ലിംഗ് ആണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് നൽകുന്നത്. നിങ്ങൾക്ക് വേറെയും ഒരുപാട് ഫില്ലിംഗ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടിയും ടേസ്റ്റ് ആയിട്ട് പറയൽ ഈ ഒരു ഫില്ലിംഗ് ആണ്. നല്ല ക്രീമി ആൻഡ് നല്ല ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണിത്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരുന്നുണ്ട്. ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.